കടലിനടിയിലൂടെയുള്ള ആക്രമണത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. ശത്രു രാജ്യത്തിന്റെ നെഞ്ചു പിളർത്തുന്നതിൽ തന്നെ കൂടുതൽ പരീക്ഷണങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ നടത്തുന്നത്. ഇന്ത്യയുടെ 4ാമത്തെ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയായ S-4 സ്റ്റാറിന്റെ സമുദ്ര പരീക്ഷണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആരംഭിച്ചത്. ഇവയുടെ പരീക്ഷണമാകട്ടെ ഒരു വർഷ കാലയളവിൽ തന്നെ നീണ്ടു നിൽക്കുന്നു എന്നതായി തന്നെ പ്രതീക്ഷിക്കുന്നു. 7000 ടൺ ഭാരമുള്ള അന്തർവാഹിനി കഴിഞ്ഞ ആഴ്ച വിശാഖപട്ടണം തുറമുഖത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ കടൽ പരീക്ഷണങ്ങൾക്കായി തന്നെ പുറപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം തന്നെ 2027 തുടക്കത്തിൽ ഇത് കമ്മീഷൻ ചെയ്യും. അരിഹന്ത് ക്ലാസ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി പരമ്പരയിലെ തന്നെ അവസാന അന്തർവാഹിനിയാണ് S-4 സ്റ്റാർ. 3500 കിലോമീറ്ററിലധികം തന്നെ ദൂരപരിധിയുള്ള 8 ആണവ മുനയുള്ള K4 അന്തർവാഹിനി വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലുകളാകട്ടെ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ അന്തർവാഹിനിയുടെ ഉപകരണങ്ങളുടെ 80% തദ്ദേശീയമായി തന്നെ നിർമ്മിച്ചവയാണ്. ഇന്ത്യക്ക് ഇപ്പോൾ കടലിനടിയിൽ നിന്ന് 4 SSBN ഉണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. 2 സർവീസിലുണ്ട്, എന്നാൽ 2 പരീക്ഷണ ഘട്ടത്തിലാണ്. 3ാമത്തെ SSBN ആയ INS അരിധമനാകട്ടെ അതിന്റെ കടൽ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് 2026 അവസാനത്തോടു കൂടി തന്നെ കമ്മീഷൻ ചെയ്യാൻ പദ്ധതിയിട്ടിരിക്കുകയാണ്. ആണവ മിസൈലുകൾ ആദ്യം പ്രയോഗിക്കില്ല എന്ന് വ്യക്തമായി തന്നെ പ്രസ്താവിച്ച 2 ആണവ ശക്തികളിൽ ഒന്നാണ് ഇന്ത്യ. മറ്റൊരു രാജ്യം ചൈനയാണ്. 2003 അംഗീകരിച്ച ഒരു ദൗത്യത്തിൽ ഉൾപ്പെടുന്നതായിട്ടുള്ള ആദ്യം ഇത് പ്രായോഗികമല്ല, അതായത് നോ ഫയർ യൂസ് എന്നതാണ്. ആ ഒരു നയം വ്യക്തമായ മുന്നറിയിപ്പോടു കൂടി തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നതും ഇന്ത്യക്കെതിരെ ആണവായുധം ഉപയോഗിച്ചാൽ അവിടെ ആ ഒരു ആക്രമണത്തിന്റെ നിരക്ക് വലിയ രീതിയിലുള്ളതും ഏറ്റവും മോശവുമായ നാശനഷ്ടം നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അത്തരത്തിലുള്ള മുന്നറിയിപ്പാകട്ടെ ആത്മവിശ്വാസത്തോടെ തന്നെ നൽകണമെങ്കിൽ വിദഗ്ധർ പറയുന്നത് പോലെ തന്നെ അവിടെ തിരിച്ചടിയേക്കാളുള്ള ശക്തമായ ആക്രമണശേഷി ഇന്ത്യക്ക് ഉണ്ടായിരിക്കണമെന്നതാണ്. ആദ്യം ആക്രമണത്തിൽ ശത്രുനാശത്തിന് സാധ്യമായ അല്ലെങ്കിൽ അത്യധികം തന്നെ രഹസ്യമായ സ്ഥാനത്ത് സൂക്ഷിക്കുന്ന ഒരു ആണവ മിസൈൽ വേണമെന്നതാണ്. അതേപോലെ തന്നെ ഈ ആഴ്ച ആദ്യം തന്നെ, അതായത് ഡിസംബർ 23 അന്തർവാഹിനിയിൽ നിന്നുകൊണ്ട് വിക്ഷേപിക്കുന്ന ബാലിസ്റ്റിക് മിസൈലായ SLBM K4 ഇന്ത്യ വലിയ രീതിയിൽ രഹസ്യമായി തന്നെ പരീക്ഷിച്ചതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഈ രഹസ്യ പരീക്ഷണം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പ്രതിരോധത്തിലും പ്രതിരോധ ആക്രമണം നടത്തുന്നതിനുള്ള കഴിവ് വ്യക്തമാക്കുന്നു എന്നതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.